എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ബാൽക്കണി മേക്ക് ഓവർ വീഡിയോ ആയിട്ടാണ്. നമ്മുടെ പുതിയ ഫ്ലാറ്റിൻ്റെ ബാൽക്കണി എങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നതെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പം ആദ്യം നമുക്ക് വീട് കിട്ടുമ്പോൾ ബാൽക്കണി തറയിലൊന്നും ഇല്ലായിരുന്നു, പ്ലെയിൻ ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നതും അവിടെ നമ്മൾ കുറച്ച് പൂച്ചെടികളും അതുപോലെ തന്നെ പച്ചക്കറികളും ഒക്കെ വെച്ചു. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം ഉള്ളൊരു ബാൽക്കണിയുടെ രൂപം ഇതാണ്. അപ്പോൾ തറ കോൺക്രീറ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന കുറച്ച് ചെടികൾ ഞാൻ വെളിയിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ പ്ലാൻ ചെയ്യുന്നത് തറയിൽ ഒരു വുഡൻ ടൈല് ഇടാൻ പോവാണ്. അപ്പോൾ ഈ ടൈല് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ഐക്കയിൽ നിന്നാണ്. അപ്പോൾ അവിടെ ഇതുപോലെ പല ഡിസൈനിലുള്ള ടൈൽസ് വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇത് വളരെ എളുപ്പത്തിൽ നമുക്കിത് ഫിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഊരി മാറ്റാനും പറ്റും. അപ്പോൾ നമ്മൾ ഈ വുഡൻ ഷെയ്ഡിലുള്ള ടൈലാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ പുല്ലിൻ്റെ ഇതുള്ളതുണ്ട്, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് പല കളറിലുള്ളതൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളൊരു വുഡൻ ടച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് സെലക്ട് ചെയ്തത്. നമ്മുടെ ബാൽക്കണിയുടെ വിസ്തീർണം അനുസരിച്ചിട്ട് നമ്മൾ ഇത് എത്ര എണ്ണം വേണം എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ബാക്കി എന്തെങ്കിലും വരുവാണെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യാനും പറ്റും. അപ്പോൾ ഇതൊരറ്റത്തുനിന്ന് തന്നെ നമ്മൾ ഒട്ടിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ദിവസം ഇതായിരുന്നു ചെയ്തത്. ഇത് കുറച്ചധികം ദിവസങ്ങളെടുത്ത് സെറ്റപ്പ് ആക്കിയതാണ്. ഇനി ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്സ് ഒക്കെ വരും. അപ്പോൾ അവിടെ നമുക്കിത് ഒടിച്ചിട്ട് ബാക്കി ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കാനായിട്ടും പറ്റും. അപ്പം അത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. തറ ഫുള്ള് ഇപ്പം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പം ബാൽക്കണിയിൽ ഇടാനുള്ള ഒരു ടേബിളും ചെയറും നമ്മളൊന്ന് അറേഞ്ച് ചെയ്തു. അതും നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഐക്കയിൽ നിന്നാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമ്മൾ മൊത്തം വുഡൻ ആക്കിയപ്പോൾ കണ്ണിനൊരു കുളിർമ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങി വരുന്ന ഭാഗത്തെ കുറച്ച് ടൈലൊക്കെ മാറ്റിയിട്ട് അവിടെ നമ്മൾ ഗ്രീൻ ഇട്ടു. അപ്പോൾ ഗ്രീൻ ഇടുമ്പോൾ കണ്ണിന് നല്ലൊരു കുളിർമയാണ്. അപ്പോൾ ഇത് പല രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. അവിടെ ഗ്രീനായിട്ട് വെക്കാം, സൈഡിൽ വെക്കാം, മുഴുവനും ഗ്രീൻ ആക്കാം. പക്ഷേ ഇങ്ങനെ ചെയ്യാനാണ് ഇപ്പോൾ തോന്നിയത്. അപ്പം ഇറങ്ങി വരുന്ന വഴിക്ക് ഇതുപോലെ ഗ്രീന് ഇട്ടു. ഇതും നമ്മൾ ഐക്കയിൽ നിന്ന് തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ ഐക്കയിൽ പോയപ്പോൾ 2 ചെടികൾ വാങ്ങിച്ചു. ഒരു ചെറി ടൊമാറ്റോയുടെ ചെടിയും അതുപോലെ തന്നെ ഒരു ചില്ലിയുടെ പ്ലാന്റും വാങ്ങിച്ചു. അപ്പോൾ ഇതിങ്ങനെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. കായോട് കൂടിയിട്ട് അവിടെ ഇങ്ങനെ കിട്ടും. ഇവിടെ നമ്മൾ ആകെ 3 മാസമാണ് സമ്മർ ഉള്ളത്. അപ്പോൾ അത് കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പാണ്. അപ്പം ചെടികളൊക്കെ പെട്ടെന്ന് നമുക്ക് കുറച്ച് സമയം എടുക്കും നമ്മൾ അരിയൊക്കെ ഇട്ട് കിളിച്ച് വരാനായിട്ട്. അപ്പോൾ പെട്ടെന്ന് കിളിച്ച് വരുന്ന ഇത് മാത്രമേ നമുക്ക് നടാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ ഇത് നമ്മുടെ കസിൻ ഗിഫ്റ്റ് ചെയ്തതാണ് ഈ ഒരു പോട്ട്. അപ്പോൾ അതിൽ റോസും അതുപോലെ തന്നെ കുറച്ച് ഇലച്ചെടികളും ഒക്കെ വെച്ചിട്ട് നല്ലൊരു ഭംഗിയുള്ളൊരു ചെടിച്ചട്ടിയാണ്. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് വെള്ളക്കാന്താരിയുടെ അരി നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് പാകാനായിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മളൊരു പ്ലാന്റാഗ് എന്ന് പറഞ്ഞൊരു കടയിൽ പോയിട്ട് കുറച്ചധികം പൂച്ചെടികളും അതുപോലെ തന്നെ പച്ചക്കറികളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ ഒരു ചെറിയ ഓറഞ്ചിൻ്റെ ചെടി വാങ്ങിച്ചിട്ടുണ്ട്. അതിൽ നിറയെ ഓറഞ്ചാണ്. അപ്പോൾ അത് ഇതുപോലൊരു പോട്ടിൽ നമ്മൾ വെച്ചു. ആ ഓറഞ്ചിൻ്റെ വൈറ്റ് പൂവിന് ഭയങ്കര ഒരു മണമാണ്. നമ്മൾ ബാൽക്കണിയിലോട്ട് ഇറങ്ങുമ്പോൾ തന്നെ നല്ലൊരു മണമാണ്. ഈ ഓറഞ്ച് കുറേയൊക്കെ പഴുത്തതുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ദിവസം പറിച്ച് കഴിക്കാം. അപ്പോൾ അത് അത്യാവശ്യം പുളിയുണ്ട്, എന്നാലും കുഴപ്പമില്ല, ചെറിയൊരു മധുരമുണ്ട്. പിന്നെ ഇതുപോലെ നമ്മൾ ഹാങ് ചെയ്യാൻ പറ്റുന്ന ചട്ടികളാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ താഴെ നമുക്ക് കൂടുതൽ ചെടികൾ വെക്കാം. ഇങ്ങനെ നമ്മൾ മുകളിൽ ഹാങ് ചെയ്യുകയാണെങ്കിൽ, അതുപോലെ തന്നെ ഫ്ലവേഴ്സൊക്കെ ഇതുപോലെ അങ്ങനെ ഹാങ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഭംഗിയാണ്. പ്ലാന്റാഗ് എന്ന് പറഞ്ഞ കട ഒരു രക്ഷയില്ലാത്ത കടയാണ്. അവിടെ പോയി വീഡിയോ ഒന്നും എടുക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല. അകത്ത് ചെന്നപ്പോഴേ ഒരുപാട് വെറൈറ്റിയിലുള്ള പൂക്കളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം പോകുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ വീഡിയോ എടുത്ത് നമ്മുടെ ഒരു വ്ളോഗിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. പല കളറിലുള്ള പൂക്കളുണ്ട്, നല്ല ഭംഗിയുള്ളത്. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ടൈപ്പ് ഒത്തിരി ചെടികളുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചധികം കളേഴ്സ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ലാവൻഡർ കളറിലൊക്കെ ഉള്ളത് നല്ല ഭംഗിയാണ്. അതുപോലെ അതിൻ്റെ അപ്പുറത്തിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ കോഴിവാലൻ എന്ന് പറഞ്ഞ ചെടിയാണ്. അതിൻ്റെ പല വെറൈറ്റി അവിടെ ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ കുറച്ച് സ്ട്രോബെറിയുടെ തൈകൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളൊരു പോട്ടിലേക്ക് മാറ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ പാക്കറ്റിൽ നമുക്ക് മണ്ണ് വാങ്ങിക്കാനായിട്ട് കിട്ടും. നല്ല ഈർപ്പമുള്ള മണ്ണാണ്. ഇതുപോലെ 2 കവറാണ് ഞാൻ വാങ്ങിച്ചത്. 2ൽ കൂടുതൽ വേണം ആക്ച്വലി ഈ ഒരു 2 ചട്ടിയിലും കൂടെ നിറയ്ക്കാനായിട്ട്. ഞാനിത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. ഇനി പോകുമ്പം വാങ്ങിക്കണം. ഈ മണ്ണ് നല്ല ഈർപ്പവുമാണ്, നല്ല വളമൊക്കെ ഉള്ള മണ്ണാണ്.
അപ്പോൾ ഇത് നമുക്ക് ഈ ചട്ടിയിലേക്ക് ഇട്ടിട്ട് സ്ട്രോബെറിയുടെ തൈകൾ ഇതിലേക്ക് മാറ്റാം. സ്ട്രോബെറിയുടെ തൈ 6 തൈകളായിട്ടാണ് കിട്ടിയത്. അതിൽ പൂവുണ്ട്, സ്ട്രോബെറീസും ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് വാങ്ങിക്കാനായിട്ട് കിട്ടിയത്. അല്ലാതെ നമ്മൾ സ്ട്രോബെറി അരി എടുത്ത് കിളിപ്പിക്കാനായിട്ടാണെങ്കിൽ ഒരുപാട് സമയം എടുക്കുന്ന ഒന്നാണ്. അതുപോലെ കുറച്ച് തണുപ്പുള്ള സ്ഥലമാണ് സ്ട്രോബെറിയൊക്കെ വളർത്താനായിട്ട് നല്ലത്. എങ്കിലും നമ്മൾ ഗ്രീൻ ഹൗസിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ലതായിട്ട് വളരും. ഒരുപാട് വീഡിയോസ് ഉണ്ട് യൂട്യൂബിൽ സ്ട്രോബെറി വളർത്തുന്നതിനെ കുറിച്ച്. അതുപോലെ ഇത് നടുമ്പോഴും നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട്. സ്ട്രോബെറിയുടെ ക്രൗൺ എന്ന് പറഞ്ഞൊരു പോർഷൻ ഉണ്ട്. അവിടെ നിന്നാണ് പുതിയ പുതിയ ഇലകളും കായകളും ഒക്കെ വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് അത് മണ്ണിൻ്റെ മുകളിലിരിക്കണം. ആ ഒരു രീതിയിലാണ് നമ്മൾ എപ്പോഴും സ്ട്രോബെറി നടേണ്ടത്. അപ്പോൾ ഈ മണ്ണിൽ കുറച്ച് കട്ടകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പൊടിച്ചിട്ടിട്ട് നമുക്ക് ഇത് നടാം. അപ്പോൾ ഇങ്ങനൊരു പാക്കിലാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് താഴെ നിന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുത്താൽ മതി. നമുക്ക് അത് ഈസി ആയിട്ട് ഇളക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ കായ്കളും ഉണ്ട്, പൂക്കളും ഉണ്ട്. പല ടൈപ്പിലുള്ള സ്ട്രോബെറി ഉണ്ട്. അപ്പോൾ ഇത് ചെറിയ ടൈപ്പാണ്. കുറച്ചുകൂടെ വലിയ ടൈപ്പിലുള്ളതുണ്ട്. അത് കുറച്ച് വലിയ പൂവൊക്കെ ആയിട്ട് കുറച്ചുകൂടെ വലിയ ഇലകളുമാണ്. അതുപോലെ തന്നെ വെള്ളയിൽ ചുമന്ന കുത്തുള്ള സ്ട്രോബെറീസും ഉണ്ട്. പല ടൈപ്പിലുണ്ട്. നമ്മളിത് മേടിച്ചത് സാധാരണ ചെറിയ ടൈപ്പിലുള്ളതാണ്. അപ്പോൾ ഞാനൊരു ചട്ടിയിൽ 3 എണ്ണം വീതമാണ് നടാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ 2 ചട്ടികളായിട്ട് നമ്മൾ സ്ട്രോബെറിയുടെ തൈകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രോഗ്രസ് ഞാൻ വരും വ്ളോഗ്സിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇനി നമ്മൾ കുറച്ച് മണ്ണൊന്ന് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലെ ഒരു നമ്മൾ സീഡ് ഇടുന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ട്രേയിലേക്ക് നമ്മൾ കുറച്ച് മണ്ണിട്ട് കൊടുക്കുക. അതിലേക്ക് നമ്മൾ കുറച്ച് ചീര നടാൻ പോവാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ചുവന്ന ചീരയുടെ അരി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നട്ട് നോക്കുകയാണ്, കിളിക്കുമോ എന്നറിയില്ല. അപ്പം ഈ പാക്കറ്റിൽ പറഞ്ഞിരിക്കുന്നത് 20 ദിവസമൊക്കെ എടുക്കുന്നതാണ് ഇത് കിളിക്കാനായിട്ട്. പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന ചീരയുടെ അരി കുഞ്ഞ് കറുത്ത അരികളല്ലേ. അപ്പോൾ ഇവിടെ കിട്ടിയത് കുറച്ചൊരു യെല്ലോയിഷ് കളറിലുള്ള അരിയാണ്. എനിക്ക് തോന്നുന്നു അതിൻ്റെ പുറത്ത് എന്തോ ഒരു കോട്ടിങ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതാണ് കൂടുതൽ സമയം എടുക്കുന്നതെന്ന് തോന്നുന്നു, അറിയില്ല. അപ്പോൾ മണ്ണിലേക്ക് നമുക്കിനി കുറച്ച് ചീരയുടെ തൈകൾ നട്ടു കൊടുക്കാം. ഇതിങ്ങനെ പാകി കൊടുത്തതിന് ശേഷം തൈകളായാലും നമുക്കിത് മാറ്റി ഇനി കുറച്ചുകൂടെ മോഡിഫിക്കേഷൻസ് ഒക്കെ ഈ ബാൽക്കണിയിൽ വരാനുണ്ട്. അപ്പോൾ അത് ഞാൻ നമ്മുടെ ഹോം ടൂർ വീഡിയോയിൽ വിശദമായിട്ട് കാണിക്കുന്നതാണ്. അപ്പോൾ ഹോം ടൂർ വീഡിയോയ്ക്ക് വേണ്ടി ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. ഹോം ടൂർ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. കുറച്ചുകൂടെ സമയം എടുക്കും. കുറച്ചുകൂടെ ഒക്കെ ഒന്ന് സെറ്റ് ആവാനുണ്ട്. അതുകൊണ്ടാണ് സമയം എടുക്കുന്നത്. ഇനി നമ്മൾ സ്ട്രോബെറി തൈ വാങ്ങിച്ച ആ ഒരു ട്രേയിലേക്ക് ഒരു ഇതിൽ നമ്മൾ മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയപ്പോഴത്തേക്ക് മണ്ണ് തീർന്നു. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ്റെ വിത്തുകൾ ഇട്ട് കൊടുക്കാൻ പോവാണ്. സ്പ്രിംഗ് ഓണിയൻ റെഡ് മേക്കോവർ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മളുടെ ഹോം ടൂർ വീഡിയോ അധികം താമസിയാതെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ കൂടുതൽ ഫോട്ടോസ് ഞാൻ ഈ വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.